ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ട കോൺഗ്രസിന് 67 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശും നഷ്ടമായി. 1998 മുതൽ 15 വർഷം ഡൽഹി ഭരിച്ച പാർട്ടിക്ക് മൂന്നാം തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിക്കാത്തതിന്റെ നാണക്കേടിന് പുറമെയാണ് 67 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച പണവും നഷ്ടമായത്. ബാദ്ലി, കസ്തൂർബ നഗർ, നഗ്ലൗയ് ജാട്ട് എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ആശ്വാസകരമായ പ്രകടനം നടത്തിയത്. 70 സീറ്റുകളിലും പാർട്ടി ഇക്കുറി മത്സരിച്ചിരുന്നു. 2020-ലും സമാനമായ അവസ്ഥയായിരുന്നു കോൺഗ്രസിന്. അന്ന് 66 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിക്ക് 63 സീറ്റുകളിലും കെട്ടിവെച്ച തുക നഷ്ടമായിരുന്നു. ഗൗതം, നമുക്കറിയാം ഈ തോൽവിയിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വട്ടപൂജ്യമാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രത്തിലെ കോൺഗ്രസ് ഇല്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആദ്യം തന്നെ പ്രവചിച്ചിരുന്നു. ആ സമയത്തും കോൺഗ്രസ് പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. പക്ഷേ ഇന്നലെ പ്രിയങ്ക വാദ്രയുടെ പ്രതികരണമെല്ലാം വളരെ രസകരമായിരുന്നു. കാരണം ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ദേവിക, കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഡൽഹിയുടെ മുൻപത്തെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഡൽഹിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെ കോൺഗ്രസ്സുകാരനാണ്. ബ്രഹ്മപ്രകാശ് അദ്ദേഹമാണ് 1952-ൽ ഡൽഹി നിയമസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രി. രണ്ടാമത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ്. പിന്നീട് 1952-നും 1956-നും ഇടയിൽ കോൺഗ്രസ് ഡൽഹി ഭരിച്ചതാണ്. അതിനുശേഷം പിന്നീട് 1956 മുതൽ 1992 വരെ ഡൽഹി നിയമസഭ ഡിസോൾവ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ നേരിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. ഡൽഹിക്ക് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു അധികാരം സർക്കാർ നൽകിയിരുന്നില്ല. പിന്നീട് 93 മുതലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വീണ്ടും ഡൽഹി നിയമസഭ വരികയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ രൂപപ്പെടുകയും ചെയ്തത്. 93-ന് ശേഷം വീണ്ടും കോൺഗ്രസിൻ്റെ പ്രതാപകാലമുണ്ട്. 98 മുതൽ 2013 വരെ ഷീലാ ദീക്ഷിത് 15 വർഷക്കാലം ഡൽഹി തുടർച്ചയായി ഭരിച്ചു. 98-ൽ 58 സീറ്റുകൾ നേടിക്കൊണ്ട് 70 നിയമസഭാ മണ്ഡലങ്ങളിൽ 58 വിജയിച്ചുകൊണ്ടാണെന്ന് ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 2013 മുതലാണ് ഈ തകർച്ച തുടങ്ങുന്നത്. 2013-ൽ ഷീലാ ദീക്ഷിത് തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് പരാജയപ്പെടുന്നുണ്ട്. അന്ന് ഡൽഹിയിൽ ആകെ കോൺഗ്രസിന് ലഭിച്ചത് 8 സീറ്റ് മാത്രമാണ്. അതിനുശേഷം 2015-ലും 2020-ലും ഒരു സീറ്റിലും പോലും കോൺഗ്രസ് വിജയിച്ചിരുന്നില്ല, അക്കൗണ്ട് തുറന്നിരുന്നില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1-2 സീറ്റിലെങ്കിലും വിജയിക്കാനുള്ളൊരു ശ്രമം, ഒരു മേൽവിലാസം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു വലിയ ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പ്രചരണ രംഗത്ത് വളരെ സജീവമാവുകയും കോൺഗ്രസ് പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് പറഞ്ഞതുപോലെ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ പൂർണ്ണമായി എഴുതി തള്ളിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആവശ്യം ഇനിയും ഇല്ല എന്ന ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കാര്യമായി വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമാകാം ഒരുപക്ഷെ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും കോൺഗ്രസ് സംപൂജ്യരാണ്. 67 സീറ്റുകളിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ദയനീയമായ പ്രകടനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു. 3 സീറ്റുകളിൽ മാത്രമാണ് അല്പമെങ്കിലും ഒരു മെച്ചപ്പെട്ട, അതും അവിടെ ഒരു കാര്യമായ പ്രകടനമോ ലീഡോ കോൺഗ്രസിന് ഉണ്ടായി എന്നല്ല പറയുന്നത്, മറിച്ച് അവിടെ കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാൻ കഴിയുക. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടു. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകൻ തന്നെ, അദ്ദേഹം ഇവിടെ ഡൽഹി PCCയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്നു. ഡൽഹിയിലെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖ മുഖമാണ് സന്ദീപ് ദീക്ഷിത്. സന്ദീപ് ദീക്ഷിത്തും അവിടെ 3-ാം സ്ഥാനത്താണ്. ഒരു ഘട്ടത്തിൽ പോലും കെജ്രിവാളും പർവേഷ് വർമ്മയും തമ്മിലുള്ള മത്സരത്തിന് ഇടയിലേക്ക് വരാൻ പോലും സന്ദീപ് ദീക്ഷിത്തിന് കഴിഞ്ഞില്ല. ഇടയ്ക്ക് പോലും ഒരു ലീഡ് ഉയർത്താനോ ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. മറ്റൊരാൾ അൽക്കാ ലംബയാണ്. അൽക്കാ ലംബ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. കൽക്കാജി മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ രമേശ് ബിദൂരിയും ഡൽഹി മുഖ്യമന്ത്രി അതീഷി മർലീനയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനിടയിൽ അവിടെയും ഒരു ലീഡ് ഉയർത്താൻ പോലും അൽക്കാ ലംബയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സമ്പൂർണ്ണമായ പരാജയം കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. പ്രമുഖ നേതാക്കളെ എല്ലാം രംഗത്തിറക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണം നടത്തിയിട്ടും വട്ടപൂജ്യമായി കോൺഗ്രസ് മാറുകയാണ്. ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥയും സമാനമാണ്. പക്ഷേ ഇടതുപക്ഷം നമുക്കറിയാം അപ്രസക്തമായ രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്ക് എത്ര സീറ്റ് കിട്ടി, എന്ത് കിട്ടി എന്നതിനെപ്പറ്റി ആളുകൾ ബോധേഡല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളായതുകൊണ്ടാണത് പറയുന്നത്. കാരണം കേരളം ഭരിക്കുന്നത് CPM ആയതുകൊണ്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ CPMന് എന്തോ സ്വാധീനമുണ്ട് എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് കൊണ്ടും നമ്മൾ പറയാം. CPM 2 സീറ്റിലാണ് ഡൽഹിയിൽ ആകെ മത്സരിച്ചത്. അതായത് അവരുടെ അഖിലേന്ത്യാ ആസ്ഥാനം ഇരിക്കുന്ന ഗോൾ മാർക്കറ്റ് അടങ്ങുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. അവർ 70 നിയമസഭാ സീറ്റിൽ ആകെ 2 മാത്രമേ അവർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ തന്നെ കിട്ടിയുള്ളൂ. അത് ബദർപൂരും അതോടൊപ്പം തന്നെ മറ്റൊന്ന്
കാരാവാൾ നഗറുമാണ്. ഈ രണ്ടിടത്തും നോട്ടയ്ക്ക് പിന്നിലാണ് CPM എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഈ 2 സീറ്റുകളിലും നോട്ട 500-ന് മുകളിൽ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അത്രയും വോട്ടുകൾ പോലും, അതായത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകൾ പോലും CPIM-ന് അവർ മത്സരിച്ച 2 മണ്ഡലങ്ങളിലും കിട്ടിയിട്ടില്ല. അത്രത്തോളം വോട്ടുകൾ പോലും ലഭിച്ചില്ല എന്നതും ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ദേവിക. അതെ, അത് തന്നെ 2 മണ്ഡലങ്ങളിലാണ് CPM മത്സരിച്ചതെങ്കിലും നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് പോലും CPM-ന് കിട്ടിയില്ല. മാത്രമല്ല കോൺഗ്രസിന് വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. വലിയൊരു തിരിച്ചടി കൂടിയാണ് അത്. ദയനീയ പരാജയം എന്ന് തന്നെ അതെ, ദയനീയ പരാജയമാണ്. ദേവിക വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ എന്തായാലും EVM മെഷീനെ കുറ്റപ്പെടുത്താനൊന്നും കോൺഗ്രസ് തയ്യാറായില്ല. അട്ടിമറി ആരോപണമൊന്നും നടത്തിയില്ല. യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുക്കുന്നു കോൺഗ്രസ്. എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒരു EVM പരാതി വരുന്നതാണ്. പക്ഷേ നമുക്കറിയാം, ജനങ്ങൾ ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പറയാറുണ്ട്, താൻ തോൽക്കുമ്പോൾ മാത്രം EVM മെഷീനെ കുറ്റം അത് പറയുന്ന ഒരു മാത്രമല്ല, പ്രത്യേക ട്രെൻഡ് കഴിഞ്ഞ ആഴ്ച പോലും കോൺഗ്രസിനുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഈ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ പുതിയ മാർഗങ്ങൾ ആലോചിക്കുകയാകാം. അതെ.